എങ്ങനെയുണ്ട് അവിടെ? വളരെ കുഴപ്പമില്ല. അങ്ങനെയുണ്ട്. പോരാ പോരാ. എങ്ങനെ പറയാം? എങ്ങനെ പറയാം? എങ്ങനെയുണ്ട് പറയാം? ഇഷ്ടപ്പെടാം. ആരാ ഇഷ്ടപ്പെട്ടത്? ക്ലൈമാക്സ് ഒക്കെ നന്നായിട്ട് നല്ല മേക്കിംഗ് ഒക്കെയാണ്. എല്ലാം എക്സ്പീരിയൻസ് ഒക്കെ വളരെ നന്നായിട്ട്. സ്റ്റോറി ഒക്കെ ഉണ്ട്. സ്റ്റോറിയും കൊള്ളാം. വേതാളം പോലത്തെ സിനിമകളൊക്കെ പാസ് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഈ തങ്കോ സിനിമ പാസ് അതായത് ഇമോഷണൽ കാര്യങ്ങളൊക്കെ സ്ഥിരം ഇതിനകത്ത് ഇമോഷൻസ് ഉണ്ട്. ഇമോഷൻസിനോട് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒരുപാട് ആക്ഷൻ സീനും എല്ലാം പൊതുവെ 50% ഒറിജിനൽ തന്നെ എടുത്തിരിക്കുന്നത്. ഫൈറ്റ്സിനെല്ലാം വളരെ നന്നായിട്ടാണ്. മേക്കിംഗ് ഒക്കെ വളരെ നന്നായിട്ട്. സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിന്റെ ഇതിലാണ് നിർത്തിയിരിക്കുന്നതും. പിന്നെ ക്ലൈമാക്സിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ചെറിയൊരു അപ്പിയറൻസ് റോളും എല്ലാം വളരെ നന്നായിട്ടുണ്ട്. എല്ലാം അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യും. അത് 3D തന്നെ മാക്സിമം എക്സ്പീരിയൻസ്. 3D എക്സ്പീരിയൻസ് വളരെ നന്നായിട്ടുണ്ട്. കൊടുത്ത ഹൈപ്പിനൊന്നുമില്ല, ജസ്റ്റ് ഒരു ആവറേജ് മാത്രമേ ഉള്ളൂ. ഓക്കെയാണ്, അത്യാവശ്യം നല്ല ഗ്രാഫിക്സ്. പക്ഷേ VFX നല്ല ഷോയാണ്. അത് ആ ഗ്രേഡിങ് നമ്മൾ ട്രെയിലർ കണ്ടായിരുന്നു. നല്ല ഡൗൺ ആണ്. ഫസ്റ്റ് ഹാഫ് വന്നിട്ട് കുറച്ച് ആ പ്രസന്റ് പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് വീക്കാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കും ലാസ്റ്റ് വരുമ്പോൾ കൊണ്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഓക്കെ, വാച്ചബിൾ. അല്ലാതൊരു കാര്യമില്ല. സെക്കൻഡ് പാർട്ട് സെക്കൻഡ് പാർട്ട് വെയിറ്റിംഗ് ആണ്. 3D എഫക്റ്റ് ഒക്കെ സൂര്യണ്ണന്റെ ആരും പറയേണ്ട ആവശ്യമില്ല. ഇല്ല പുള്ളി ഒന്നും പറയല്ല. പുള്ളി നല്ല രീതിയിൽ എഫോർട്ട്, നല്ല പെർഫോമൻസ്. പുള്ളി ഒരു പക്ഷെ നല്ല ഊമ്പി പടം. ഒരു ഗ്രേഡിംഗ് ആളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് ഗ്രേഡിങ് കാര്യമൊന്നും വേണ്ട. സെക്കൻഡ് പാർട്ടിന്റെ ആവശ്യമില്ല. ഫസ്റ്റ് പാർട്ട് തന്നെ വലിയ തമിഴ്നാട്ടിൽ വർക്കാണ്. ഇവിടെ കയറുവാൻ ചാൻസ് ആണ്. സ്റ്റോറി ഇച്ചിരി കൂടെ ശ്രദ്ധിക്കുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. VFX ഒക്കെ അടിപൊളിയാണ്. ആക്ഷൻ സീനൊക്കെ ഉണ്ട്. സൂര്യ അടിപൊളിയാണ്. ശിവ നല്ല വർക്കാണ്. ശിവയുടെ നല്ലൊരു തിരിച്ചുവരവാണ്. പക്ഷെ സ്റ്റോറി ഇച്ചിരി കൂടെ ശ്രദ്ധിക്കുക. സ്റ്റോറി ഇല്ലല്ലോ, കുറച്ചുകൂടെ ശ്രദ്ധിക്കായിരുന്നു. രണ്ടാം പാട്ടുണ്ട്. ക്ലൈമാക്സില് ഒരു സ്പോയിലർ ഉണ്ട്, പറയുന്നില്ല. മസ്റ്റ് വാച്ചബിൾ. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം? പറയുന്നുണ്ട്. രക്ഷയില്ല. നോക്കുകയാണെങ്കിൽ വേതാളം അന്നാത്തി കൊണ്ട് സിനിമകളിലേക്ക് അത്യാവശ്യം പാസ് ആക്കി എങ്ങനെയുണ്ട് പടം? പറയുന്നുണ്ട്. പറയുന്നുണ്ട്. ആവറേജ് പൊള്ളി സൂര്യ വേറെ ലെവല്. ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, കുഴപ്പമില്ല. 3D എഫക്റ്റ് ഒക്കെ മറ്റേ 3D ഒക്കെ നൈസാ. പിന്നെ VFXന്റെ കാര്യം പറയുമ്പോഴത്തേന് ചില സ്ഥലങ്ങളിലൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു വലിയതായിട്ട് പുള്ളി ചെയ്യാൻ ഉദ്ദേശം എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പുള്ളി വന്നിട്ടില്ല. ഡയറക്ഷൻ ഒക്കെ ഓക്കെ. മ്യൂസിക് വൈസ് ആണ്. സ്റ്റോറി വൈസ് കുറച്ച് താങ്ങ് പോകുന്നുണ്ട്. ആനിമൽസ് അങ്ങനല്ല. എന്ന് വെച്ചാ ഇതൊരു ആനിമൽ ബേസ്ഡ് സാധനം അല്ലല്ലോ. ഹൈപ്പിനുള്ള സാധനം ഉണ്ടോന്ന് വെച്ചാൽ അത്രയ്ക്ക് ഒന്നും ഇല്ല. ഒരു എവറേജ് പടം അത് തന്നെ. പക്ഷെ ബോറടി കാര്യങ്ങളൊന്നും ഇല്ല. നമ്മള് മറ്റേ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫ് നൈസാ. സെക്കൻഡ് ഹാഫ് കണ്ടിരിക്കാൻ. സെക്കൻഡ് പാർട്ടിന് വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ് ഒന്നും ഇല്ല. ആവശ്യമില്ലല്ലോ. മറ്റേ ഈ സൂര്യ തന്നെയാ പൊളി. എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ആണെങ്കിൽ നമ്മൾ കാണിക്കുന്നത് 2024 കാലഘട്ടം എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അവിടെ ഭയങ്കര ഓവറായിട്ട് കുറെ സാധനം വന്നിട്ടുണ്ട്. മടുപ്പടിക്കും കുറച്ച്. പടം ഇഷ്ടപ്പെട്ടില്ലടാ. പലതും സുഖമില്ല, കണക്റ്റഡ് ആയില്ല. 3D എഫക്റ്റ് ഒക്കെ ഉണ്ട്. എന്തോ 3D എഫക്റ്റ് 3Dയുടെ ആവശ്യമില്ല. 2D ആയിട്ട് കണ്ടാൽ മതി. നമുക്ക് മനോഹരമായിട്ട് കാണാൻ പറ്റും. 3Dയുടെ ആവശ്യമില്ല. 3D വേണ്ട. ഞങ്ങൾ അവിടെ നിന്ന് കണ്ടോ. സെക്കൻഡ് പാർട്ടിന് വെയിറ്റിംഗ് ആണ്. സെക്കൻഡ് അല്ല, തേർഡ് പാർട്ടിന് വെയിറ്റിംഗ്. കാരണം സെക്കൻഡ് പാർട്ടിന് ടിക്കറ്റ് കിട്ടത്തില്ല. തേർഡ് പാർട്ട്
കൊള്ളാം, ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിന് വേണ്ടി, സെക്കൻഡ് പാർട്ടിന് വേണ്ടി ശരിക്കൊരു 3D ത്രില്ലർ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നല്ലൊരു പെട്ടെന്ന് ഫാസ്റ്റ് ആണെങ്കിൽ അതായത് ശരിക്കും ഒന്ന് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു സ്റ്റൈലിഷും കാര്യങ്ങളും ഒക്കെ വെരി വെരി ഡിഫറെന്റ്. ഈ രണ്ട് കാലഘട്ടത്തിന്റെ കഥ പറയുന്നത് അതെ അതെ, അതൊക്കെ അടിപൊളിയായിരുന്നു. അത് കാണുക, കണ്ട് മനസ്സിലാക്കുക, അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ് ആണ്. Yeah. അല്ലേ? പിന്നെ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കാണാനായിട്ട്. ഓഫ് കോഴ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതിലും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അല്ലേ? മേ ബി. ആ, ഓക്കെ. ഓക്കെ.